എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സെനിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫസ്റ്റ് ഇയർ സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കേസിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് വിനിലാൽ എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള രീതിയിലുള്ളൊരു ചാപ്റ്റർ അല്ല. കാര്യം നമ്മൾ സുവോളജിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. ബയോളജിയാണ് നിങ്ങൾ 10ാം ക്ലാസ് വരെയും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അത് വളരെ ചെറിയ ഐഡിയ ആണ്. അതിന് വളരെ കാര്യമായ രീതിയിൽ ഭീകരമായ സംഭവങ്ങളൊന്നുമില്ല. ലിവിങ് ഓർഗാനിസം എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷേ ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ പഠിച്ചേക്കുന്ന ഒരു ഐഡിയയുടെ കണ്ടിന്യൂഷനാണ്. അതായത് നിങ്ങൾ പഠിച്ചേക്കുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം പഠിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ഫൈലം, കിങ്ഡം, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഐഡിയാസ്, സ്പീഷീസ്, ജീനസിൽ തുടങ്ങി മുകളിലോട്ട് പോകുന്ന കേസ് വരെ. അപ്പോൾ അവിടെ നമ്മൾ അനിമൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓർഗാനിസം എടുക്കുമ്പോഴത്തേനും ക്ലാസിഫിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അങ്ങനെ നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോ സെക്ഷനെയും നമ്മൾ ഓരോ കിങ്ഡം എന്നാണ് വിളിക്കുന്നത്. ഓരോ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസും നമ്മൾ ഓരോ കിങ്ഡമാണ് പറയുന്നത്. അപ്പോൾ അനിമൽസ് വരുന്ന ആ ഒരു സെക്ഷനാണ് നമ്മൾ കിങ്ഡം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അനിമൽ കിങ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അനിമൽസിൻ്റെ കിങ്ഡമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നിങ്ങൾ പഠിച്ചേക്കുന്നത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് 2 കിങ്ഡം ഉണ്ടെന്നാണ് പഠിച്ചേക്കുന്നത്, പ്ലാന്റ് കിങ്ഡവും അനിമൽ കിങ്ഡവും. പിന്നീടാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം കോമൺലി നമ്മൾ പറയുമ്പോൾ 2 കിങ്ഡം, പ്ലാന്റ് എന്ന് പറയുന്നൊരു കിങ്ഡം, അതിനകത്ത് പ്ലാന്റ്സ് വരുന്നുണ്ട്. അനിമൽസ് വരുന്നൊരു കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കഷൻ അബൌട്ട് ദി അനിമൽ കിങ്ഡം, അനിമൽ കിങ്ഡത്തെ കുറിച്ചാണ്. അപ്പോൾ കിങ്ഡം അനിമേലിയ എന്ന് പറയുന്നത് ഒരുപാട് അനിമൽസ് വരുന്ന, അനിമൽസിൻ്റെ ഒരുപാട് ഗ്രൂപ്പുകൾ വരുന്ന ഒരു കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ. അപ്പോൾ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യ ഐഡിയയും ആ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിനകത്ത് വരുന്ന ഫൈലവും, ഏതൊക്കെ ഫൈലമാണ് കിങ്ഡം അനിമേലിയയിൽ വരുന്നതെന്നും അതിൽ വരുന്ന ഓർഗാനിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. ലിവിങ് വേൾഡ് കണക്ക് വളരെ സിമ്പിൾ ചാപ്റ്റർ അല്ല, കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. കാര്യം ഒരു 10-11 ഫൈലവും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പുതിയ ഐഡിയ ആണ്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറേ ടെർമിനോളജീസും കാര്യങ്ങളും ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഓരോ ഫൈലത്തിൻ്റെ പേരുകൾ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് തോന്നിയേക്കാം, എസ്പെഷ്യലി സ്റ്റേറ്റ് സിലബസ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കണം, ഓരോ ടൈമിൻ്റെയും ഐഡിയൽ കണക്ട് ചെയ്ത് പോകണം. പുതിയ ചാപ്റ്ററാണ്, പുതിയൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതുമായിട്ട് കുറച്ചുകൂടെ ഹ്യൂജ് ആയിട്ടുള്ള, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസാണ് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇത് എന്തിന് പറഞ്ഞു വെച്ചാൽ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ആ ഒരു ഐഡിയ വെച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഒരു സിമ്പിൾ അല്ല, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, കാര്യം സുവോളജിയുടെ ബേസാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, അതാണ് കുഴപ്പം. അതിനകത്തൊരു പ്രശ്നമേ ഉള്ളൂ, സത്യത്തിൽ സുവോളജിയുടെ ബേസ് മാത്രമാണ്. ഓക്കെ, നിങ്ങൾ മുമ്പ് സുവോളജി എന്ന് കേട്ടിരിക്കുമ്പോഴത്തേനും ജീവികളും അവരുടെ പ്രത്യേകതകളും എന്തുവാണ്, മനുഷ്യ ശരീരവും അതിൻ്റെ കേസും ഒക്കെയാണ്. ശരിക്കും ഹ്യൂമൻ ഫിസിയോളജിയിലേക്ക് നമ്മളൊരു 4-5 ചാപ്റ്റർ കഴിഞ്ഞിട്ടേ ഫസ്റ്റ് ഇയർ സുവോളജിയിൽ ഹ്യൂമൻ ഫിസിയോളജിയിലേക്ക് എത്തുന്നുള്ളൂ എന്നാണ് സത്യം. ശരി, രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്, അനിമൽ കിങ്ഡം. ആദ്യം നമുക്ക് അനിമൽസ് എന്താണെന്ന് പറയണം. എന്താണ് അനിമൽസ്? അനിമൽസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: അനിമൽസ് ആർ മൾട്ടി സെല്ലുലാർ. അനിമൽസ് ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് ഹെട്രോട്രോപിക് ഓർഗാനിസംസ് വിത്തൗട്ട് സെൽ വോൾ ആൻഡ് ക്ലോറോഫിൽ. എന്താ പറഞ്ഞേ? ഓരോ വാക്കും എടുത്ത് നോക്കിക്കേ, സിമ്പിൾ ഐഡിയ. അനിമൽസ് ആർ മൾട്ടി സെല്ലുലാർ. അനിമൽസ് എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്. എന്താ ഈ മൾട്ടി സെല്ലുലാർ? നിങ്ങൾക്കറിയാം, സിമ്പിളാണ്. നമ്മൾ യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കോശം മാത്രമേ ഉള്ളൂ, ഒരു സെല്ല് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ. ഓർഗാനിസം ഹാവിങ് എ സിംഗിൾ സെൽ, ഒറ്റ സെല്ലേ ഉള്ളൂ. ഒരു ജീവി എടുക്കുമ്പോൾ അതിനകത്ത് ഒറ്റ കോശമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ യൂണിസെല്ലുലാർ എന്ന് വിളിക്കും. ഓർഗാനിസം വിച്ച് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 2 or more cells, 2 അതിലധികമോ സെൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദേ ആർ കോൾഡ് മൾട്ടി സെല്ലുലാർ. അനിമൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ജന്തുവിലേക്ക് ഒരു ജന്തുവിലേക്ക് എടുക്കുമ്പോഴത്തേനും ജന്തുക്കളുടെ ശരീരത്തിലെല്ലാം 1-ലധികം കോശങ്ങൾ കാണും, അല്ലെങ്കിൽ 2-ലധികം കോശങ്ങൾ കാണും. സോ ദേ ആർ മൾട്ടി സെല്ലുലാർ. അവരെന്ത് തന്നെയാണ്? എല്ലാ അനിമൽസും മൾട്ടി സെല്ലുലാർ ആണ്. ആൻഡ് ഓൾസോ ഹെട്രോട്രോപിക്. എന്താ ഹെട്രോട്രോപിക് എന്ന് പറഞ്ഞാൽ? ഇവിടെ ഹെട്രോട്രോപിക്, ഓട്ടോട്രോപിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓട്ടോട്രോപിക് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ എബിലിറ്റി ഉള്ളവരെ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോപിക്സ്. അതാരാണെന്ന് നമുക്കറിയാം, കോമൺലി പ്ലാന്റ്സ് ആണ്. ക്ലോറോഫിൽ കണ്ടെയ്നിങ് പ്ലാന്റ്സ്, അവരെയാണ് വിളിക്കുന്നത് ഓട്ടോട്രോപിക് ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. അവർക്കാണ് ഫോട്ടോസിന്തസിസ് വഴി, അതായത് പ്രകാശ സംശ്ലേഷണം വഴി, ഫോട്ടോസിന്തസിസ് മീൻസ് പ്രകാശ സംശ്ലേഷണം, ഇതുവഴി സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവരും. ഇവരെ ഡിപ്പെൻഡ് ചെയ്താണ് ബാക്കി എല്ലാ ജീവികളും ജീവിക്കുന്നത്, അല്ലേ? ഈ സസ്യങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആഹാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ ഓർഗാനിസംസും ഇൻക്ലൂഡിങ് വി ദ ഹ്യൂമൻസ്, നമ്മൾ ഉൾപ്പെടെ, മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നത്? അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ കോഴി ഇറച്ചിയാണ് ഡെയിലി തിന്നുന്നത്, ചിക്കൻ ബിരിയാണിയാണ് തിന്നുന്നത്, അല്ലെങ്കിൽ ചിക്കനാണ് കഴിക്കുന്നത്, ഫ്രൈഡ് ചിക്കനാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആലോചിക്കണം. പക്ഷേ അവിടെയും ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ഡിപ്പെൻഡൻസ് ഉണ്ട്. കാര്യം ഈ കോഴിയുടെ ആഹാരം എന്താ?
അത് സസ്യത്തിൻ്റെ ഭാഗങ്ങളല്ലേ, സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ട്രോപ്പിക് ലെവലുകൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ട്രോപ്പിക് ലെവൽ, സെക്കൻഡറി ട്രോപ്പിക് ലെവൽ, അങ്ങനെ കുറേ കേസുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐഡിയ ആണ്. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവർക്ക് ഫുഡിന് വേണ്ടി എന്ത് ചെയ്യണം, മറ്റ് ജീവികളെ എസ്പെഷ്യലി പ്ലാന്റ്സിനെ, എന്ത് പ്ലാന്റ്സിനെ, ക്ലോറോഫിൽ കണ്ടെയ്നിങ് പ്ലാന്റ്സ്, ഹരിതഗണമുള്ള സസ്യങ്ങളെ എന്ത് ചെയ്യേണ്ടി വരും, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇവരെ എന്തെന്ന് വിളിക്കുന്നത്, ഹെട്രോട്രോപ്പിക് ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവരെന്താ, അനിമൽസ് എന്താ, മൾട്ടി സെല്ലുലാർ ആണ്, രണ്ടിലധികം കോശങ്ങൾ കാണും, ഹെട്രോട്രോപ്പിക് ആണ്, ഫുഡിന് വേണ്ടി മറ്റ് ജീവികളെ ഡിപ്പെൻഡ് ചെയ്യും, എസ്പെഷ്യലി പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പ്രൈമറി ആയിട്ടോ അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടോ എങ്ങനെയായാലും പ്ലാന്റ്സിനെ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ഹെട്രോട്രോപ്പിക് ഓർഗാനിസംസ്. ഇനി ഈ സെല്ലിന് പ്രത്യേകതയുണ്ട്, വിത്തൗട്ട് സെൽ വോൾ. അത് നിങ്ങൾ ബേസിക് ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ബയോളജി പഠിച്ചപ്പോഴേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് പ്ലാന്റ് സെൽ, സസ്യകോശം. സസ്യകോശത്തിന് എന്തുണ്ട്, സെൽ വോളും ഉണ്ട്, സെൽ മെംബ്രെയിനും ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയും, കോശഭിത്തിയും കോശസ്തരവും ഇല്ലേ. സെൽ വോളിനെയാണ് കോശഭിത്തി എന്ന് പറയുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ ആണ് കോശസ്തരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സസ്യകോശത്തിന് അല്ലെങ്കിൽ പ്ലാന്റ് സെൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് ബോത്ത് സെൽ വോൾ ആൻഡ് സെൽ മെംബ്രെയിൻ. സെൽ വോളും ഉണ്ട്, സെൽ മെംബ്രെയിനും ഉണ്ട്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ആനിമൽ സെൽസ് വിച്ച് ഓൺലി ഹാവ് സെൽ മെംബ്രെയിൻ. ഓക്കെ. ജന്തുകോശത്തിലേക്ക് വരുമ്പോൾ ജന്തുകോശത്തിന് എന്ത് മാത്രമേ ഉള്ളൂ, കോശസ്തരം മാത്രമേ ഉള്ളൂ. കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ കാണപ്പെടാറില്ല. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. എന്താ പറഞ്ഞത്, ഓർഗാനിസംസ് വിത്തൗട്ട് സെൽ വോൾ. ഇവർക്ക് എന്തില്ല, സെൽ വോൾ കാണപ്പെടാറില്ല. ആൻഡ് ഓൾസോ ക്ലോറോഫിൽ, എന്തും കാണപ്പെടാറില്ല, ഹരിതകം. സസ്യം ജന്തുക്കളിൽ എവിടെയെങ്കിലും ഹരിതകം ഉണ്ടോ, ഇല്ല, ഒരിക്കലും ഇല്ല, ഹരിതകം കാണപ്പെടാറില്ല. ഓക്കെ. അപ്പോൾ ക്ലോറോഫിലും കാണപ്പെടാറില്ല, സെൽ വോളും കാണപ്പെടാറില്ല. ഇതാണ് ശരിക്കും അനിമൽസിന്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയാനായിട്ട്. അപ്പോൾ അനിമൽസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, അനിമൽസ് ആർ മൾട്ടി സെല്ലുലാർ ആൻഡ് ഹെട്രോട്രോപ്പിക് ഓർഗാനിസംസ് വിത്തൗട്ട് സെൽ വോൾ ആൻഡ് ക്ലോറോഫിൽ. ഓക്കെ. സെൽ വോളും കാണപ്പെടാറില്ല, ക്ലോറോഫിലും. സിമ്പിൾ ആയിട്ട് ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോമൺലി അനിമൽസ്. അപ്പോൾ അനിമൽസിന്റെ ബേസിക് ഐഡിയ നമുക്ക് പറയാം, ഇവർ മൾട്ടി സെല്ലുലാർ ആയിരിക്കും, ഹെട്രോട്രോപ്പിക് ആയിരിക്കും. ഇവരുടെ സെല്ലിന് സെൽ വോൾ കാണപ്പെടാറില്ല, ക്ലോറോഫിലും കാണപ്പെടാറില്ല. പക്ഷേ എക്സെപ്ഷണൽ കേസ് ഒക്കെ ഉണ്ട് കേട്ടോ. യുഗ്ലിന എന്ന് പറയുന്ന ഒരു ഓർഗാനിസം, അത് അനിമേലിയയിൽ വരുന്നതാണ്. അവർക്കൊക്കെ കോമൺലി എന്തുണ്ട്, ഈ പറഞ്ഞ ക്ലോറോഫിൽ കാണപ്പെടാറുണ്ട്. അതൊരു നമ്മൾ PSCയിലൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹരിതകം കാണപ്പെടുന്ന ജന്തു എന്നൊക്കെ ചോദിക്കാറുണ്ട്. യുഗ്ലിനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾ ചുമ്മാ മനസ്സിൽ വെച്ചേക്കാം, എൻട്രൻസിലൊക്കെ ചോദിക്കും കേട്ടോ. ആ ഒരു കേസിലേക്ക് ചുമ്മാ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ കോമൺലി അനിമൽസ് എങ്ങനെയാണ്, ഹെട്രോട്രോപ്പിക് ആണ്, മൾട്ടി സെല്ലാർ ആണ്, വിത്തൗട്ട് സെൽ വോൾ ആൻഡ് എന്താ, ക്ലോറോഫിൽ. ക്ലിയർ? ശരി. നമ്മൾ നോക്കി കിങ്ഡം അനിമേലിയയിലേക്ക് പോവാണ്. നല്ലൊരു ഐഡിയ. പുതിയൊരു കേസ്, കണ്ട് അന്തം വിടരുത്, കണ്ണ് തള്ളരുത്. നോക്കുക, കിങ്ഡം അനിമേലിയ വിച്ച് ഇൻക്ലൂഡ് 11 മേജർ ഫൈലാസ്. എടാ നിങ്ങൾ അതിൻ്റെ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ടാക്സോണമി പഠിച്ചില്ലേ? കിങ്ഡം കഴിഞ്ഞാൽ കിങ്ഡത്തിൻ്റെ തൊട്ട് താഴെ വരുന്നത് ഫൈലമാണ്. അപ്പോൾ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം എടുക്കുമ്പോൾ, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം എടുക്കുമ്പോൾ ആ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിനകത്ത് എത്ര ഫൈലംസ് ഉണ്ട്, വിച്ച് ഇൻക്ലൂഡ് 11 മേജർ ഫൈലാസ്. 11 മേജർ ഫൈലംസ് ഉണ്ട്. ഓക്കെ. 11 മേജർ ഫൈലാസ്, 11 ഫൈലമാണ്. അപ്പോൾ 11 ഫൈലങ്ങൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ഐഡിയ സങ്കല്പിക്കുക, അനിമേലിയ എന്ന് പറഞ്ഞ കിങ്ഡം, അതിനൊരു 11 വരെ താഴോട്ടിടണം. അതിൽ ഓരോന്നിലും ഓരോരോ ഫൈലംസ് ആണ്. അപ്പോൾ അനിമേലിയ എന്ന് പറഞ്ഞ കിങ്ഡത്തിനകത്ത് എത്ര ഫൈലാസ് ഉണ്ട്, 11 ഫൈലാസ് ഉണ്ട്, 11 ഫൈലാസ് ഉണ്ട്. അവരാരൊക്കെയാണ്, ആ പേര് ആദ്യമേ ഒന്ന് പഠിക്കണം. ഓക്കെ. ഫസ്റ്റ് വൺ പോറിഫറ. ഓക്കെ. പോറിഫറ സ്പെല്ലിംഗ് നോക്കി വെച്ചോണം, നമുക്ക് എഴുതാനുള്ളതാണ്, എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ്, പ്രൊണൗൺസ് ചെയ്യാനും പഠിച്ചു വെച്ചേക്കണം. പോറിഫറ, PORIFERA, പോറിഫറ ഫസ്റ്റ് ഫൈലമാണ്. അനിമേലിയ കിങ്ഡത്തിനകത്ത് വരുന്ന ഫസ്റ്റ് ഫൈലമാണ് പോറിഫറ. സെക്കൻഡ് വൺ നെഡേറിയ. ഓക്കെ. നിഡേറിയ സ്പെല്ലിംഗ് നോക്കിക്കേ, CNIDARIA, നിഡേറിയ. സി അവിടെ സൈലന്റ് ആണ്, പ്രൊണൗൺസ് ചെയ്യുന്നത് നെഡേറിയ എന്നാണ്, നിഡേറിയ. ഓക്കെ. നിഡേറിയ. നെക്സ്റ്റ് ടിനോഫോറ. തേർഡ് വൺ ടിനോഫോറ സ്പെല്ലിംഗ് നോക്ക്, CTENOPHORA, ടിനോഫോറ. നെക്സ്റ്റ് ഫോർത്ത് വൺ പ്ലാറ്റിഹെൽമിന്തസ്. സ്പെല്ലിംഗ് PLATYHELMINTHES, പ്ലാറ്റിഹെൽമിന്തസ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആഷൽമിന്തസ്. ASCHELMINTHES, ആഷൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ്, ആഷൽമിന്തസ്. നെക്സ്റ്റ് സിക്സ്ത് വൺ അനലിഡ. അനലിഡ സ്പെല്ലിംഗ് നോക്ക്, ANNELIDA, അനലിഡ. അപ്പോൾ 6 എണ്ണമായി, 6 ഫൈലമായി. 11 എണ്ണത്തിൽ 6 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാ ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു, പോറിഫറ, നിഡേറിയ, ടിനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷൽമിന്തസ്, നെക്സ്റ്റ് അനലിഡ. ഓക്കെ. ശരി. ഏഴാമത്തത് സെവന്ത് വൺ ആർത്രോപോഡ. ARTHROPODA, ആർത്രോപോഡ. നെക്സ്റ്റ് എയ്ത്ത് വൺ മൊളസ്ക. എട്ടാമത്തത് മൊളസ്ക, MOWSCA, മൊളസ്ക. നെക്സ്റ്റ് നയൻത് വൺ എക്കിനോഡെർമാറ്റ, ECHINODERMATA, എക്കിനോഡെർമാറ്റ. നെക്സ്റ്റ് 10th വൺ ഹെമികോഡേറ്റ, HEMICHORDATA, ഹെമികോഡേറ്റ.
ലാസ്റ്റ് വൺ 11th ഫൈലം കോഡേറ്റ. കോഡേറ്റ CHORDATA കോഡേറ്റ. ഇതാണ് കിങ്ഡം അനിമേലിയയിൽ അനിമേലിയ എന്ന് പറയുന്ന അനിമൽസ് വരുന്ന കിങ്ഡത്തിൽ വരുന്ന 11 മേജർ ഫൈലാംസ്. അപ്പോൾ എന്താ പറഞ്ഞ ദ കിങ്ഡം അനിമേലിയ വിച്ച് ഇൻക്ലൂഡ് 11 മേജർ ഫൈലാസ്. ദേ ആർ ഫസ്റ്റ് വൺ പോറിഫറ, സെക്കൻഡ് വൺ നെഡേറിയ, തേർഡ് വൺ ടിനോഫോറ, ഫോർത്ത് വൺ പ്ലാറ്റിഹെൽമിന്തസ്, ഫിഫ്ത്ത് വൺ ആഷെൽമിന്തസ്, സിക്സ്ത് വൺ അനലിഡ, സെവൻത് വൺ ആർത്രോപ്രോഡ, എയ്ത്ത് വൺ മൊളസ്ക, നയൻത് വൺ എക്നോഡെർമാറ്റ, 10th വൺ ഹെമികോഡേറ്റ, 11th വൺ കോഡേറ്റ്. ക്ലിയർ? സിമ്പിൾ ഐഡിയ. ഇത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോകുമ്പം കുറേ കേസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കത് പറയാനുണ്ട്. ഒരുപാട് സമയം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ ആയില്ലേ? ഒരു 11 ഫൈലാംസ് ഉണ്ട്. എവിടെയാണ്? കിങ്ഡം അനിമേലിയയിൽ. ആ 11 ഫൈലംസ് ഇവരൊക്കെയാണെന്നൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചേക്കുക. ഇവർ സ്പെല്ലിംഗ് നോക്കി വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എഴുതുമ്പോൾ സ്പെല്ലിംഗ് ഒന്നും തെറ്റിപ്പോരുത്. കാര്യം നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വൺ വേർഡ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനകത്ത് നമ്മൾ സ്പെല്ലിംഗ് തെറ്റായിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ പോയി. കാര്യം ആകെ 10-30 മാർക്കിനേ ഉള്ളൂ സുവോളജി പരീക്ഷ എഴുതാനായിട്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു 10-15 മാർക്കിന് വൺ വേർഡ് ചോദിച്ചുള്ള അവസ്ഥ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെല്ലിങ്ങുകളെല്ലാം എന്ത് ചെയ്യണം, നോക്കി വെച്ച് നോക്കണം. ഓക്കെ, ക്ലിയർ? ശരി. അപ്പോൾ ഇതാണ് 11 മേജർ ഫൈലാസ്. നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകണം. ഇതിൽ ഓരോ ഫൈലംസിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും പറയണം. അത് പറയുന്നതിന് മുമ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നതെന്ന് പറയണം. ചുമ്മാ ഇങ്ങനെ തരംതിരിച്ച് വയ്ക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വായി തോന്നിയാണെങ്കിൽ ചുമ്മാ അതൊക്കെ വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം സയൻസ് ആണ്. സയൻസ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്. സയൻസ് എപ്പോഴും എന്തിൻ്റെ ബേസിലാണ്? ഫാക്റ്റുകളുടെ ബേസിലാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാക്റ്റുകൾ വേണം. എന്തിൻ്റെങ്കിലുമൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, ഇതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതിനെ ഇങ്ങനെ 11 ഫൈലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ബേസ് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിനകത്ത് ഇങ്ങനെയുള്ള 11 മേജർ ഫൈലാസ് വരുന്നത്? അപ്പോൾ ഈ 11 ഫൈലാംസ് അതിനകത്ത് ഉൾപ്പെടാനുള്ള കാരണം എന്താണ്? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ 11 ഫൈലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? അതാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ആ ഹെഡിങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ ബോഡി സിമെട്രി. സെക്കൻഡ് വൺ എന്തുവാ? ബോഡി സിമെട്രി. തേർഡ് വൺ ജാമിനൽ ലെയേഴ്സ് ഓർ എംബ്രിയോണിക് ലെയേഴ്സ്. ജെർമിനൽ ലെയേഴ്സ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? എംബ്രിയോണിക് ലെയേഴ്സ് എന്ന് വിളിക്കും. ഫോർത്ത് വൺ സീലോം, അതർവൈസ് കോൾഡ് ബോഡി ക്യാവിറ്റി. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ്. സീലോം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി. നെക്സ്റ്റ് നോക്കിയേ, ഫിഫ്ത്ത് വൺ മെറ്റാമറിസം, അതർവൈസ് കോൾഡ് സെഗ്മെന്റേഷൻ. മെറ്റാമറിസം അല്ലെങ്കിൽ എന്തുവാ? സെഗ്മെന്റേഷൻ. സിക്സ്ത് വൺ നോട്ടോകോഡ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ്റെ ബേസ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എല്ലാം പറഞ്ഞു തരാമേ, എല്ലാം പറഞ്ഞിട്ടേ പോകൂ. ഓരോ നമുക്ക് ജസ്റ്റ് ആ ഹെഡിങ്ങൾ മാത്രം ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സെക്കൻഡ് വൺ ബോഡി സിമട്രി, തേർഡ് വൺ ജെർമിനൽ ലെയേഴ്സ് ഓർ എംബ്രിയോണിക് ലെയേഴ്സ്, ഫോർത്ത് വൺ സീലോം ഓർ ബോഡി ക്യാവിറ്റി, സീലോം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി, ഫിഫ്ത്ത് വൺ മെറ്റാമറിസം, അതർവൈസ് കോൾഡ് സെഗ്മെന്റേഷൻ, സിക്സ്ത് വൺ നോട്ടോകോഡ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ, ബോഡി സിമട്രിയുടെ അടിസ്ഥാനത്തിൽ, ജെർമിനൽ ലെയേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, സീലോമിൻ്റെ അടിസ്ഥാനത്തിൽ, മെറ്റാമറിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നോട്ടോകോഡിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനിമേലിക്കകത്ത് ശരിക്കും പറഞ്ഞാൽ 11 മേജർ ഫൈലാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതാണ് ശരിക്കും നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ശരി, ഇനി നമുക്കിതിൽ ഓരോന്ന് എന്താണെന്ന് പറയണം. അത് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ശരി, ഓരോന്നിലേക്ക് നമ്മൾ പോകുന്നു. ഫസ്റ്റ് വൺ എന്താണ്? ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് ഈ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ? ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഓർഗാനിസം എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അനിമൽസിനെ എങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത് പറയാൻ പോകുന്നു. ശ്രദ്ധിക്കുക. ബേസ്ഡ് ഓൺ ഓർഗനൈസേഷൻ ഓഫ് സെൽസ്. സെൽസിൻ്റെ ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ അനിമൽസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻടു 4 ലെവൽസ്. അപ്പോൾ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ, കോശങ്ങളുടെ അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അനിമൽസിനെ നമുക്ക് എന്ത് ചെയ്യാം? 4 ലെവലുകളായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഏതൊക്കെയാണ് ആ 4 ലെവൽ? ഇത് സിമ്പിൾ കാര്യമാണ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആ പേരുകൾ കേൾക്കുമ്പോൾ പ്രത്യേകതയുള്ളൂ. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിരിക്കും. അത്രയും ഈസിയാണ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. തേർഡ് വൺ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് ഫൈനൽ വൺ ഫോർത്ത് വൺ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താ പറഞ്ഞേ? സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ സെല്ലിൻ്റെ ഓർഗനൈസേഷൻ്റെ, കോശത്തിൻ്റെ ഓർഗനൈസേഷൻ, അതിൻ്റെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനിമൽസിനെ 4 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, എങ്ങനെയൊക്കെയാണ്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നും, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നും, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നും, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നും. എന്താണ് ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? സെൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമേ? കോശമാണ്. അപ്പോൾ കോശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. രണ്ട് ടിഷ്യൂ. ടിഷ്യൂ എന്താ? കലകൾ നമ്മൾ മലയാളത്തിൽ പറയും. ഈ കോശങ്ങൾ ചേരുമ്പോഴാണ് കലകൾ ഉണ്ടാവുന്നത്. അതാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓർഗൻ. എന്താ ഓർഗൻ? അവയവം.
നെക്സ്റ്റ് ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥ. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചതാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഈസിയാണ്. എല്ലാ ജീവികളുടെയും ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന സെല്ലിനെയാണ്. ജീവന്റെ അടിസ്ഥാന ഘടന എന്നറിയപ്പെടുന്ന ആരെയാണ്? കോശത്തെയാണ്, അല്ലേ? ഈ കോശങ്ങൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കൂട്ടത്തോടെ ഇരിക്കുന്ന കോശങ്ങൾ, ഒരു പ്രത്യേക തരം ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടം, ഇറ്റ് ഈസ് കോൾഡ് ടിഷ്യൂ, കല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അത് ഒരു പ്രത്യേക തരം ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടം. ആ കോശങ്ങളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. ഈ ടിഷ്യൂസ് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ടിഷ്യൂസ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓർഗൻ, അവയവം. കുറേ പ്രത്യേകതരം കലകൾ ചേർന്നതാണ് ഒരു അവയവം. ഇങ്ങനെയുള്ള പ്രത്യേകതരം അവയവങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗൻ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം പറയാം. നമ്മുടെ രക്തപര്യന വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം. രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം. ആ സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? അതിനകത്ത് വരുന്നത് ബ്ലഡ് ഉണ്ട് തന്നെ, ഹേർട്ട് ഉണ്ട്, ഹൃദയം. നെക്സ്റ്റ് ലിംഫ് ഉണ്ട്, ഇല്ലേ? ലസിക എന്ന് മലയാളത്തിൽ പറയും. ലിംഫ് എന്ന് തന്നെയാണ് മലയാളം മീഡിയം കാര്യം പഠിച്ചേക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ജോയിനിങ് ആണെന്ന് പറഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റം. അതിനകത്തൊരു മേജർ ഓർഗനാണ് ഹേർട്ട് എന്ന് പറഞ്ഞാൽ. ഹേർട്ട് എടുത്ത് ഹൃദയം എടുക്കുമ്പോഴത്തേനും നമ്മൾ തിരിച്ചാണ് പറയുന്നത്. ഹൃദയം എടുക്കുമ്പോഴത്തേനും ഹൃദയത്തിനകത്ത് പലതരം കലകളുണ്ട്. കാർഡിയക് ടിഷ്യൂസ് ഉണ്ട്, ഹൃദയപേശികൾ. കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്, യോജക കലകൾ. എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, ആവരണ കലകൾ, ഇല്ലേ? ഇങ്ങനെ പലതരം. ഈ നെർവ് ടിഷ്യൂസ് ഉണ്ട്, നാഡീകലകൾ. ഇങ്ങനെ പലതരം കലകളാണ് കാണപ്പെടുന്നത്. അതിൽ ഓരോ കലകൾ നിർമ്മിച്ചേക്കുന്ന ഓരോ കോശങ്ങൾ കൊണ്ടാണ്. ഇപ്പം ന്യൂറോൺ ന്യൂറൽ ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അത് നിർമ്മിച്ചേക്കുന്ന ന്യൂറോൺ എന്ന് പറയുന്നൊരു കോശം കൊണ്ടാണ്. നാഡീകോശം എന്ന് മലയാളത്തിൽ പറയാം. ഇതേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഏത് സെക്ഷനിൽ വരുന്നു അതിന് നമ്മൾ ഈ ഓരോ ഓർഗനൈസേഷനായിട്ട് തിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. 4 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നത് എങ്ങനെയാണ്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതെങ്ങനെയാണെന്ന് പറയാം. നോക്ക്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ സിമ്പിൾ കേസ് നോക്കിക്കോ. സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്. ഇവിടെ ഒരു ഓർഗാനിസത്തെ നമ്മൾ എടുക്കുമ്പം ആ ഓർഗാനിസത്തിനകത്ത് സെല്ല് മാത്രമേ ഉള്ളൂ, സെല്ലുകളുടെ അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്. അത് ടിഷ്യൂ എന്ന് പറയുന്ന സെറ്റപ്പ് ഇല്ല. ഒരു ഓർഗാനിസം അപ്പോഴേ ആലോചിക്കാം, സെൽ എന്ന് പറയുന്ന ഒരു ഏരിയ ഉള്ളെങ്കിൽ അവരൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. വളരെ നേർത്തോ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളോ അതിനോടനുബന്ധിച്ചുള്ള വളരെ കുഞ്ഞു ജീവികളോ ആയിരിക്കും. അത്രയും ചെറിയ ജീവികളാണ്. അവരിലാണ് ശരിക്കും പറഞ്ഞാൽ എന്തില്ലാത്തത്? ഈ പറഞ്ഞ ടിഷ്യൂ ഒന്നും ഇല്ലാത്തത്. ടിഷ്യൂ ഒന്നും ഇല്ല, അവിടെ സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ സെല്ല് മാത്രമേ ഉള്ളൂ. ഈ സെല്ലിനെ ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് ആയിട്ട് സെല്ലുകൾ മാത്രം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഇത്തരം അറേഞ്ച്മെന്റ് ഒരു ജീവിയിലുണ്ടെങ്കിൽ ആ ജീവിയെ നമ്മൾ ഏത് സെക്ഷനിൽ പെടുത്തും? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ പെടുത്തും. അതിന് ഉദാഹരണമാണ് നമ്മുടെ ആദ്യത്തെ ഫൈലം പോറിഫറ. പോറിഫറ എന്ന് പറയുന്ന ഫൈലത്തിൽപ്പെട്ട ജീവികൾക്കൊന്നും ടിഷ്യൂ ഇല്ല. അവർക്ക് എന്തേ ഉള്ളൂ? സെല്ല് മാത്രമേ ഉള്ളൂ. കലകളില്ല, കോശങ്ങൾ മാത്രമേ ഉള്ളൂ. കോശങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കോശങ്ങൾ ഗ്രൂപ്പ് ചെയ്ത് കലകളായിട്ട് മാറാറില്ല. അവർക്ക് അവയവമില്ല, അവയവ വ്യവസ്ഥയില്ല. അവന്മാർക്ക് ആകെ ഉള്ളത് കുറേ സെല്ലാണ്. ആ സെല്ലുകളെല്ലാം കൂടെ ഇങ്ങനെ ലൂസ് സെൽ അഗ്രിഗേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഏത് ഫൈലമാണ് അതിന് എക്സാമ്പിൾ? പോറിഫറ. ആ ഓർഡർ നമുക്ക് കാണാൻ പറ്റും. ഒന്നിൽ നിന്ന് അടുത്തിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടുത്തെ പ്രത്യേകത എന്താ? സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂസ്. ഈ ജീവികളിൽ സെല്ലുകൾ എന്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്? സെല്ലുകൾ ജോയിൻ ചെയ്ത് ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ്, അത്തരം ഓർഗാനിസത്തിന്റെ ഓർഗനൈസേഷനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഏതൊക്കെ ഫൈലംസ് ആണ് അതിനകത്ത് വരുന്നത്? അത് കഴിഞ്ഞ് വരുന്നവന്മാർ പോറിഫറ കഴിഞ്ഞ് നമ്മൾ അടുത്ത പഠിച്ചത് നിഡേറിയ ആൻഡ് ടിനോഫോസ്. നിഡേറിയം വരുന്നുണ്ട്, ടിനോഫോറയും വരുന്നുണ്ട്. അപ്പൊ നിഡേറിയം ടിനോഫോറ എടുക്കുമ്പോൾ ഇവിടെ സെല്ലുകൾ ജോയിൻ ചെയ്ത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഏതിനകത്ത് വരും? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരും. സിമ്പിൾ. ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് എന്താ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും? എന്താ? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ എന്തായിരിക്കും? ഹിയർ എന്താ സംഭവിക്കുന്നത്? ദ ടിഷ്യൂസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ഓർഗൻസ്. ടിഷ്യൂസ് വീണ്ടും ഗ്രൂപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഓർഗൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കലകൾ ചേർന്ന് ഓർഗൻസ് ആയിട്ട്, അവയവങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആരൊക്കെയാണ്? ഹയർ അനിമൽസ് ആണ്. എല്ലാവരും വരുന്നുണ്ട്. പ്ലാറ്റി ഹെൽംഡസ്റ്റ് കോഡേറ്റ വരെയും. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് സെക്ഷനും ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഒക്കെ ഏറെക്കുറെ എല്ലാ ജീവികളും സിമിലർ ആണ്. കാര്യം ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ മിക്കപ്പോഴും ഏറെക്കുറെ എന്തും കാണപ്പെടാറുണ്ട്? ഓർഗൻ സിസ്റ്റം. ഓർഗൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർന്ന് എന്ത് മാറിയിട്ടുണ്ട്? ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ അവയവ വ്യവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു ഡിഫറൻസിയേഷൻ വലിയ രീതിയിലില്ല. പക്ഷേ നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ എന്താണ് ഡിഗ്രിക്ക് സുവോളജിയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ PGക്ക് ചെല്ലുമ്പോൾ സുവോളജിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ അത്രയൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഈസിയെ പഠിക്കുന്നുള്ളൂ, ചെറിയ കേസിലെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞത്? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ടിഷ്യൂസ് ജോയിൻ ചെയ്ത് എന്തായിട്ട് മാറിയിട്ടുണ്ട്?
ഓർഗൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഹയർ അനിമൽസ് എല്ലാം വരും, അതായത് പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ വരെയും, പ്ലാറ്റിഹെൽമിന്തസ് മുതൽ കോഡേറ്റ വരെയുള്ള എല്ലാ ഫൈലംസ് ഏതിനകത്താണ് വരുന്നത്? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനകത്താണ് വരുന്നത്. നെക്സ്റ്റ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ പറഞ്ഞില്ല വലിയ വ്യത്യാസമൊന്നുമില്ല. ഓർഗൻസ് ആർ അസോസിയേറ്റഡ് ഇൻ ഓർഗൻ സിസ്റ്റം. ഈച്ച് സിസ്റ്റം പെർഫോംസ് എ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. ഓരോ സിസ്റ്റത്തിനും അതിൻ്റെതായ എന്ത് കാണും? ഫംഗ്ഷൻ കാണും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ അല്ല നെർവസ് സിസ്റ്റത്തിന്, നാഡീവ്യവസ്ഥ, രക്തപര്യവസ്ഥ. ആ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ അല്ല എക്സ്ക്രീറ്ററി സിസ്റ്റം, എന്താ? വിസർജന വ്യവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ മാറിക്കൊണ്ടിരിക്കും. ലോക്കോമോട്ടറി സിസ്റ്റം അത് വേറെയാണ്. എന്താ ലോക്കോമോട്ടറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ? നമ്മുടെ സ്കെലട്ടൺ വരുന്നത്, അസ്ഥി വ്യവസ്ഥയും പേശി വ്യവസ്ഥയും, ഇതൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോരോ ഫംഗ്ഷൻസ് കാണും, ഓരോരോ ധർമ്മങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിസ്റ്റമായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അത് ഇവർ തന്നെയാണ് വരുന്നത്. എല്ലാ ഹയർ അനിമൽസ്, അതായത് പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ വരെ എന്തിനകത്ത് വരും? ഈ പറയുന്ന ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാനുള്ളത്. ലെവൽ ഓഫ് ഓർഗനൈസേഷനിലെ എന്താ പറയുന്നത്? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒരു 4 കേസ് പറയുന്നുണ്ട്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് അങ്ങ് പറയാം. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സിമ്പിൾ ആണ് ഈ സാധനം, ഈസി ആയിട്ട് കിട്ടുന്ന കേസുകളാണ്. സെല്ല് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതിന് ഉദാഹരണം പോറിഫ്ര. സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതിന് എക്സാമ്പിൾ നെഡേറിയ, ടിനോഫോറ. ഇനി ഈ ടിഷ്യൂസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഓർഗനും ഓർഗൻ സിസ്റ്റവും കാണപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നോ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നോ വിളിക്കും. എല്ലാ ഹയർ അനിമൽസും, അതായത് പ്ലാറ്റിഹെൽമിന്തസ് മുതൽ മുകളിലോട്ടുള്ള കോഡേറ്റ വരെയുള്ള എല്ലാ ഫൈലവും ഏതിനകത്ത് വരും? ഈ പറയുന്ന ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനകത്തും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനകത്തും വരും. ക്ലിയർ അല്ലേ? അവിടെ ഈസി കേസ് ഇതാണെന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് സാധനം. ആ പേരുകളിലൊക്കെ ഉള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തൊരു വലിയ സംഭവമാണ്. ഇത്രയേ ഉള്ളൂ, ഈസിയാണ് സാധനം. ഇതാണ് എന്ത് വിളിക്കുന്നത്? ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ശരി, നെക്സ്റ്റ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ അതിലേക്ക് പോകുന്നതിന് നമുക്ക് വേറൊരു കേസ് പറയാനുണ്ട്. ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ചില കേസുകളിൽ ചില കോംപ്ലക്സിറ്റീസ് കാണപ്പെടാറുണ്ട്. ആ കോംപ്ലക്സിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗൻ സിസ്റ്റം ഓഫ് ഡിഫറെൻറ്റ് അനിമൽസ് ഷോ കോംപ്ലക്സിറ്റീസ്. ഈ ഓർഗൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴേ, ഓർഗൻ സിസ്റ്റം എന്താ? ഓർഗൻസ് ജോയിൻ ചെയ്ത് ഓർഗൻ സിസ്റ്റമായിട്ട് മാറുന്നത്. അതിൽ ചില അനിമൽസിൽ എന്ത് കാണാറുണ്ട്? ചില കോംപ്ലക്സിറ്റീസ് കാണാറുണ്ട്. കുറച്ച് എന്താണ് നമുക്കൊരു ബുദ്ധിമുട്ടുകൾ, കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള കേസുകൾ അവിടെ ഉണ്ട് ഇല്ലേ? എന്താ ഡീപ്പായിട്ടുള്ള കേസുകൾ പറയുന്നത്? ഡൈജസ്റ്റ് സിസ്റ്റം തന്നെ എടുക്കുക, ദഹനവ്യവസ്ഥ. ഡൈജസ്റ്റ് സിസ്റ്റം വിച്ച് ഇസ് 2 ടൈപ്പ്. ഡൈജസ്റ്റ് സിസ്റ്റം എത്ര ടൈപ്പ് ഉണ്ട്? ദഹനവ്യവസ്ഥ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റ് സിസ്റ്റം ആൻഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റ് സിസ്റ്റം. ദഹനവ്യവസ്ഥ 2 ടൈപ്പ് ഉണ്ട്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്. എന്താ വ്യത്യാസം? സിമ്പിൾ കേസ്, ഒന്നുമില്ല. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി എ സിംഗിൾ ഓപ്പണിംഗ് ദാറ്റ് ആക്ട് ആസ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ്. ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു ഓപ്പണിങ്ങേ ഉള്ളൂ, ദഹനാവസ്ഥയ്ക്ക് ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ. ആ ഒരു ഓപ്പണിംഗ് തന്നെ എന്തൊക്കെയായിട്ട് ആക്ട് ചെയ്യും? മൗത്തായിട്ടും ഏനസ് ആയിട്ടും ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം നിഡേറിയ, പ്ലാറ്റിഹെൽമിന്തസ് തുടങ്ങിയിട്ടുള്ള ഫൈലംസ് ആണ്. നോക്ക്, ഇതാണ് സംഭവം. ഹൈഡ്ര എന്ന് പറയുന്ന ജീവിയില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ട്, പണ്ട് പഠിച്ചിട്ടുമുണ്ട് ഇല്ലേ? ഈ ഹൈഡ്ര എന്ന് പറയുന്ന ജീവിക്ക് ഒരു ഓപ്പണിങ്ങേ ഉള്ളൂ, മുകളിലേക്ക് കണ്ട. ഇതാണ് അതിൻ്റെ മൗത്ത് എന്ന് പറയുന്നത്. ഈ വാട്ടർ ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോവും, അതുവഴി എൻ്റെ നറിഷ്മെൻറ്റ് സബ്സ്റ്റൻസ് എല്ലാം ഇറങ്ങിപ്പോവും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ബോഡിക്ക്, അതൊരു ക്യാവിറ്റിയാണ്, ചെറിയൊരു ക്യാവിറ്റിയാണ്. ആ ക്യാവിറ്റിക്കകത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ വാട്ടർ കണ്ടന്റുകളെല്ലാം കൂടെ, നറിഷ്മെൻറ്റ് എല്ലാം എൻ്റെ സെല്ലുകളൊക്കെ ഇങ്ങനെ ടിഷ്യൂസ് എല്ലാം വലിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ എക്സ്ക്രീറ്ററി വേസ്റ്റുകളെല്ലാം, അതിൻ്റെ വിസർജ്യ വസ്തുക്കളെല്ലാം ഇതിനകത്തോട്ട് തന്നെ എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യും. ഈ വാട്ടറിനകത്ത് തന്നെ ഡിപ്പോസിറ്റ് ചെയ്യും. ഈ വാട്ടർ കയറിപ്പോയ അതേ ഓപ്പണിംഗ് വഴി തിരിച്ചിറങ്ങിപ്പോവും. കാര്യം വേറെ ഓപ്പണിങ്ങുകളൊന്നും ഇല്ല ഇവന്. കയറിപ്പോയത് ഇതുവഴിയാണോ അതുവഴിയാണ്. ഫുഡ് കയറിപ്പോകുന്ന അതേ ഓപ്പണിംഗ് വഴി തന്നെ ഫുഡിൻ്റെ വേസ്റ്റുകൾ എന്ത് ചെയ്യും? തിരിച്ചിറങ്ങി വരും ഇല്ലേ? അങ്ങനെ ഒരു ഒറ്റ ഓപ്പണിംഗ് ഈ സാധനത്തിനുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റ് സിസ്റ്റം. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇൻകംപ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് എന്താ? ഡൈജസ്റ്റ് സിസ്റ്റം വിച്ച് ഹാസ് ആൻ സിംഗിൾ ഓപ്പണിംഗ് വിച്ച് ആക്ട് ആസ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ്. ദഹനാവസ്ഥയ്ക്ക് ഒറ്റ ഓപ്പണിംഗേ ഉള്ളൂ. ആ ഒരു ഓപ്പണിംഗ് തന്നെ മൗത്തായിട്ടും ഏനസായിട്ടും ആക്ട് ചെയ്യും. സിംഗിൾ ഓപ്പണിംഗ് വിച്ച് ആക്ട് ആസ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ്. ഓക്കെ, അത് തന്നെ എന്തായിട്ട് ആക്ട് ചെയ്യാണ്? മൗത്തായിട്ടും ഏനസ് ആയിട്ടും ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. വായായിട്ടും ഒപ്പം തന്നെ ഏനസായിട്ടും ആക്ട് ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ആ ഒരു സിംഗിൾ ഓപ്പണിംഗ് തന്നെയാണ്. ഓക്കെ ആണേ? ശരി, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റ് സിസ്റ്റം. എക്സാമ്പിൾ നോക്കി വെച്ചേക്കുക, നെഡേറിയ ആൻഡ് പ്ലാറ്റിഹെൽമിന്തസ്. ആരൊക്കെ വരുന്നത്? നെഡേറിയ എന്ന് പറയുന്ന ഫൈലോ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലോ ഏതിനകത്ത് വരും? നമ്മൾ ഈ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റ് സിസ്റ്റത്തിനകത്ത് വരും. അപ്പോൾ എന്താ കംപ്ലീറ്റ്? സിമ്പിൾ കേസ്, ഇറ്റ് ഹാസ് 2 ഓപ്പണിംഗ് സച്ച് ആസ് മൗത്ത് ആൻഡ് ഏനസ്. ഇവിടെ 2 ഓപ്പണിംഗ് ഉണ്ട്, മൗത്ത്, ഏനസ്. നമ്മൾ തന്നെയാണ് എക്സാമ്പിൾ. നമ്മുടെ ഫുഡ് ബോഡിക്കകത്തേക്ക് കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ്, അത് മൗത്ത്. ഫുഡിൻ്റെ വേസ്റ്റുകൾ പോകുന്ന മറ്റൊരു ഓപ്പണിംഗ്, അതിനെ വിളിക്കുന്ന പേര് ഏനസ്. അത് രണ്ട് ഓപ്പണിംഗ് ആയിട്ട് തന്നെ ഉണ്ട്.
അപ്പോൾ ഒരു ഓർഗാനിസത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുക്കുമ്പോൾ അതിന് 2 ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ, മൗത്ത് ഏനസ് എന്ന് പറയുന്ന 2 ഓപ്പണിംഗുകൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഹയർ അനിമൽസ് എല്ലാം ഇവിടെ വരും, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇത് വരും. അതേസമയം ഓർഗാനിസത്തിൽ ഈ മൗത്തിനും ഏനസിനും വേണ്ടി ഒരു ഓപ്പണിംഗേ ഉള്ളൂ. മൗത്ത് എന്ന് പറയുന്ന ഓപ്പണിംഗ് തന്നെയാണ് ഏനസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഫുഡ് കയറി പോകുന്നത്, ഫുഡിന്റെ വേസ്റ്റുകൾ തിരിച്ചിറങ്ങി വരുന്നത് അതുവഴി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് എക്സാമ്പിൾ നെഡേറിയയും പ്ലാറ്റിഹെൽമിന്തസും ആണ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് എക്സാമ്പിൾ ആരാണ്? ഹയർ അനിമൽസ് എല്ലാം വരും. അതുപോലെ ഒരു കേസ് കൂടെ പറയാനുണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കേസാണ്. സർക്കുലേറ്ററി സിസ്റ്റം വിച്ച് ഹാസ് 2 ടൈപ്പ്. സർക്കുലേറ്ററി സിസ്റ്റം എത്ര ടൈപ്പ് ഉണ്ട്? രക്തപരിവഹന വ്യവസ്ഥ ഇത് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ആരൊക്കെയാണ്? ഓപ്പൺ സർക്കുലേഷൻ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേഷൻ. അപ്പോൾ ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ഉണ്ട്, ക്ലോസ്ഡ് സർക്കുലേഷൻ ഉണ്ട്. എന്നാൽ ഈ ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അറിയാമോ? ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഒരു ക്യാവിറ്റിയാണ്. ഈ ക്യാവിറ്റിക്കകത്ത് ബ്ലഡോ ബ്ലഡിന് സമാനമായ ഫ്ലൂയിഡോ ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കേസാണ്, അതൊരു ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണ്. അപ്പോൾ അവിടെ ബ്ലഡ് വെസൽസോ അങ്ങനെയുള്ള സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേസമയം ക്ലോസ് ടൈപ്പ് സർക്കുലേഷൻ ആണെങ്കിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന വെസൽസ് വഴിയാണ്, അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ വഴിയാണ്, അല്ലെങ്കിൽ ക്യാവിറ്റികൾ വഴി, ക്യാവിറ്റി അല്ല, എന്താണ്, വെസൽസ്, ട്യൂബുകൾ വഴിയാണ്. അത് ബ്ലഡ് നമ്മുടെ കേസ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ബോഡി ഒരു ക്യാവിറ്റിയാണ്, ക്യാവിറ്റി പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ഫുൾ ക്യാവിറ്റി അല്ല, അതിനകത്ത് ബ്ലഡ് ഫില്ല് ചെയ്ത് നിൽക്കുകയല്ല. നമ്മുടെ കേസിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ബ്ലഡ് വെസൽസിലൂടെയാണ്. ബ്ലഡ് വെസൽസിലൂടെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് ട്യൂബുകളിലൂടെ ഫ്ലോ ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ. അങ്ങനെയല്ല, ബ്ലഡ് ബോഡിയിലുള്ള ക്യാവിറ്റിക്കകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കുകയാണ്. പാറ്റയൊക്കെ അതിന് എക്സാമ്പിൾ ആണ്, കോക്രോച്ച്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഈ പാറ്റയുടെയൊക്കെ ബോഡി കംപ്ലീറ്റ് ഒരു ബോഡിയാണ്, ഒരു ക്യാവിറ്റിയാണ്. ആ ക്യാവിറ്റിക്കകത്ത് ബ്ലഡ് ഇങ്ങനെ ഫില്ല് ചെയ്തേക്കാണ്. അപ്പോൾ അവിടെ ബ്ലഡ് വെസൽസും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാര്യമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ. ബ്ലഡ് വെസൽസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ. ഇതാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ, ക്ലോസ് ടൈപ്പ് സർക്കുലേഷൻ. അപ്പോൾ ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള കോംപ്ലക്സിറ്റി. മറ്റേത് എവിടെയുള്ള കോംപ്ലക്സിറ്റി ആണ്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള കോംപ്ലക്സിറ്റീസ് ആണ്. ഓക്കെ ആണ്. ഇവിടെ ഈ ഓപ്പൺ ടൈപ്പ് സർക്കുലേഷനിലേക്ക് വരുമ്പോഴത്തേനും വേറൊരു പ്രത്യേകത പറയാനുണ്ട്. ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണെങ്കിൽ അവിടെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഓർഗൻസുമായിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂസുമായിട്ടോ കോൺടാക്ട് ചെയ്യും. പക്ഷേ ക്ലോസ് ടൈപ്പ് സർക്കുലേഷൻ അങ്ങനെയല്ല. ബ്ലഡിൽ നിന്ന് ലിംഫ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടായിട്ട് അതാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ടിഷ്യൂസുമായിട്ട് കോൺടാക്ട് ചെയ്യപ്പെടുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സർക്കുലേറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദിയർ എലിമിനേഷൻ എന്ന് പറയും. സർക്കുലേഷൻ, ഹ്യൂമൻ സർക്കുലേഷൻ, സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ ഇവിടെ ഇത്രയും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സർക്കുലേറ്ററി സിസ്റ്റം ഓർഗാനിസിൽ 2 ടൈപ്പ് ഉണ്ട്. ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ഉണ്ട്, ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ ഉണ്ട്. തുറന്ന രക്തപരിവഹന വ്യവസ്ഥയെന്നും അടഞ്ഞ രക്തപരിവഹന വ്യവസ്ഥയെന്നും മലയാളത്തിൽ പറയും. ഈ തുറന്ന രക്തപരിവഹന വ്യവസ്ഥയാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ. അവിടെ ബ്ലഡ് വെസൽസ് ഇല്ല, ബോഡി ക്യാവിറ്റിയിൽ ബ്ലഡ് ഫില്ല് ചെയ്തേക്കാണ്. അടഞ്ഞ രക്തപരിവഹന വ്യവസ്ഥയാണ് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ. അതെന്താ സംഭവം? അവിടെ എന്തുണ്ട്? ബ്ലഡ് വെസൽസ് ഉണ്ട്. ബ്ലഡ് വെസൽസിലൂടെയാണ് ബ്ലഡ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇതാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ പറയാനുള്ളത്. ക്ലിയർ ആണോ?